ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ 3-4 ആഴ്ചകളായിട്ട് ജോബിനും ഞാനും കൂടെയുള്ള പല പല സബ്ജക്റ്റുകൾ നിങ്ങളുമായിട്ട് ഇൻഫർമേഷൻസ് നമ്മൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഡൗട്ടാണ് എനിക്ക് ഇനിയുള്ളത്. മറ്റൊന്നുമല്ല, ഇപ്പം പുതിയതായിട്ട് വരുന്ന മൈഗ്രൻസ് നല്ലൊരു ശതമാനം ഈ റീജിയണൽ ഏരിയയിലേക്ക് പോയി സെറ്റിലാവുന്നുണ്ട്. പുതിയതായിട്ട് ഇപ്പോൾ അവർക്ക് ജോലി കിട്ടുന്ന അങ്ങനെ തന്നെയായിരിക്കും ഇപ്പം നമ്മുടെ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ അവിടെ ഇങ്ങനെ താമസിക്കുമ്പോൾ അവർ ചിലപ്പോൾ ഒരു 2 വർഷത്തേക്കോ അല്ലെ 3 വർഷത്തേക്കോ 4 വർഷത്തേക്കോ ഒക്കെ ആയിരിക്കും അവിടെ അവർ താമസിക്കുന്നത്. ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും ഇതുപോലെ ഉള്ള സിറ്റി ഏരിയകളിലേക്ക്, അത് മെൽബൺ, ബ്രിസ്ബെയിൻ അല്ലെന്നുണ്ട് സിഡ്നി, ഇങ്ങനെയുള്ള ഏരിയയിലേക്ക് അവർ കുടിയേറും കുറച്ച് നാൾ കഴിയുമ്പോൾ. കാരണം എഡ്യൂക്കേഷൻ്റെ യൂണിവേഴ്സിറ്റികളൊക്കെ മിക്കവാറും ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ കുട്ടികളുടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഫാമിലി ആ റീജിയനിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു വീട് മേടിക്കുന്നത് അത് ആദായകരമായിരിക്കുമോ, അത് ബെനിഫിഷ്യൽ ആണോ എന്നൊന്ന് പറയാം. ഈ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒത്തിരി കോളുകൾ വരുന്നൊരു ഇതാണ്. അതായത് ഈ ലാസ്റ്റ് 2 ഇയേഴ്സിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാർ പല റീജിയണൽ ഏരിയയിൽ, വിക്ടോറിയയുടെ അല്ലെങ്കിൽ ക്യൂൻസ്ലാൻഡ്, വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ഒക്കെ ഫാർ നോർത്ത് ഏരിയയിൽ, ഇപ്പം ക്യൂൻസ്ലാൻഡൊക്കെ നോക്കുകയാണെങ്കിൽ ഫാർ നോർത്ത് ക്യൂൻസ്ലാൻഡിലൊക്കെ ഒത്തിരി ആൾക്കാർ, പുതിയ ഫാമിലീസ് വന്നിട്ടുണ്ട്. UK എന്നൊക്കെ ഒത്തിരി മൈഗ്രൻസ് വന്നേക്കുന്ന ഒരു ടൈമാണ്, ഒരു ലാസ്റ്റ് ഒരു 2 അല്ലെങ്കിൽ 3 ഇയേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പല സ്ഥലങ്ങളെക്കുറിച്ചും കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഇൻഡെപ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇൻഡിവിജ്വൽ ഫാമിലി സിറ്റുവേഷനാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. നമ്മളിപ്പം പല ആൾക്കാരും പറയുന്നത് ചേട്ടാ, ഞങ്ങൾ 2 വർഷത്തേക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഞങ്ങൾക്ക് ഒരു വീട് മേടിക്കാനായിട്ട് ഞങ്ങൾ നോക്കുവാണ്. അത് കഴിയുമ്പോൾ ഞങ്ങൾ മെൽബണിനാണ് മൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ചിലർ ബ്രിസ്ബെയിനാണ് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത് അവരുടെ ഒരു ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ ഞാൻ ആ ലോക്കൽ മാർക്കറ്റ് നോക്കാറുണ്ട്. അതിനുശേഷം ഇവർക്ക് ഇതിനകത്ത് വരുന്ന എക്സ്പെൻസുകളും അവർ കറൻ്റ്ലി പേ ചെയ്യുന്ന റെൻറ്റ് നോക്കാറുണ്ട്. പല റീജിയണൽ സിറ്റീസിലും നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പം 5 ലക്ഷത്തിന് വിറ്റുകൊണ്ടിരുന്ന വീട് ചിലപ്പോൾ നമുക്ക് 4 ലക്ഷത്തിനായിരിക്കും ഇപ്പം മാർക്കറ്റിൽ വന്നേക്കുന്നത്, അല്ലെങ്കിൽ മേടിക്കാൻ ആളില്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ വില കുറഞ്ഞ് നമുക്ക് അഫോർഡബിലിറ്റി ഉള്ള അല്ലെങ്കിൽ റെന്റ് കൊടുക്കുന്നതിനേക്കാളും കുറച്ചാണ് നമ്മുടെ മന്ത്ലി അടവ് വരുന്നെങ്കിൽ ആ ഒരു സിനാരിയോ മേ ബി അവർക്ക് ഫേവറബിൾ ആയിരിക്കാം. പിന്നെ അടുത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അവർ ഈ 2 വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞ് ഇത് വിൽക്കാനുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അത് ഫേവറബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. എന്ന് വെച്ചാൽ ഇതേ ഡൗൺ മാർക്കറ്റ് അപ്പോഴും ഉണ്ടാകാം. അപ്പോൾ ഇപ്പം നോക്കുവാണെങ്കിൽ ഈ നമ്മുടെ ബ്രിസ്ബെയിനിൽ നിന്നൊക്കെ 2000-3000 കിലോമീറ്ററുകൾ മാറി ഒത്തിരി പേര് പോയി ഇൻവെസ്റ്റ്മെൻറ്റുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ്, ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഓണർ ഓക്യുപ്പൈഡ് മേടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു ഗെയിൻ ഇൻ റിയാലിറ്റിയിൽ നമുക്കുണ്ടോ, അവിടെ എന്തെങ്കിലും എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ടാകുന്നുണ്ടോ ഈ പ്രോപ്പർട്ടിയെ ഒരു ബൂം ചെയ്യാനായിട്ട്. പല ടൗണുകൾ നോക്കിയാൽ 5000-10000 ഒക്കെ പോപ്പുലേഷൻ ഉള്ളൂ. അവിടുത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു മാർക്കറ്റാണ് എപ്പോഴും തന്നെ ഉള്ളത്. അവിടെയാണ് പലപ്പോഴും നമ്മൾ പോയി വീട് മേടിക്കുന്നത്. ഫ്യൂച്ചറിൽ ഇവിടെ വില കൂടും എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ മേടിക്കുന്നത്. ഇത് കൂടുന്നതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് അധികം ആരും ചിന്തിക്കാറില്ല, നോക്കാറുമില്ല. അപ്പൊ ഈ ഓണർ ഓക്യുപ്പൈഡ് മേടിക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ $2000 റെന്റ് അടയ്ക്കുന്നെങ്കിൽ നമ്മളൊരു വീട് 4 ലക്ഷത്തിന്റെ വീടാണ് മേടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു റീജിയണൽ ഏരിയയിൽ ഒരു 3.5-4 കിട്ടുന്ന ഏരിയാസ് ഉണ്ട്. നമുക്കൊരു $3 ലക്ഷം ലോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 2000 അടുത്ത് പേയ്മെന്റ് വരുന്നുണ്ട് മന്ത്ലി. പിന്നെ അത് കൂടാതെയുള്ള ബാക്കി എക്സ്പെൻസുകൾ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ കൗൺസിൽ റേറ്റ്, വാട്ടർ, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ഓണർ കൊടുക്കേണ്ട എക്സ്പെൻസുകളിലൂടെ വരുന്നുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റെന്റിന് താമസിക്കുന്നതായിരിക്കാം ചീപ്പർ. പക്ഷേ നമ്മൾ മൊത്തത്തിലുള്ള ഒരു പ്രഷർ കാരണം, എല്ലാവരും മേടിക്കുന്നത് കൊണ്ട് ഞാനും മേടിക്കുന്നു എന്നുള്ളൊരു പ്രഷർ കാരണം പല ആൾക്കാരും പോയി പെട്ട സിറ്റുവേഷൻസ് നമുക്കറിയാം. പക്ഷേ ഇവർ 2-3 വർഷം കഴിയുമ്പോൾ അവിടുന്ന് മൂവ് ഔട്ട് ചെയ്യുമ്പം ഇവർക്ക് പിന്നെ ഇത് ഒരു ബാധ്യതയായി മാറാറുണ്ട്. ഇത് വിൽക്കാൻ പറ്റാറില്ല പലപ്പോഴും. പിന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ അവിടുന്ന് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ
മെൽബണിൽ വന്ന് ഇപ്പോൾ വീട് മേടിക്കുന്ന ഒരാൾക്ക് മെൽബണിൽ ഒരു 700,000 800,000 ഒക്കെ വീടിന് പേയ്മെൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു 3 ലക്ഷം 4 ലക്ഷം ലോൺ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ വന്നൊരു വീട് മേടിക്കണമെങ്കിൽ നമുക്ക് അതുപോലെ നല്ല ഇൻകം ഇല്ലെങ്കിൽ നമുക്കൊരു വീട് മേടിക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയും വരും. ചിലർ ചോദിക്കും അത് റെൻറ്റേന്ന് കവർ ആവുമല്ലോ. റെൻറ്റേന്ന് കവർ ആകുന്നതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ റെൻറ്റ് ഇൻകവും 80% ബാങ്ക് കൺസിഡർ ചെയ്യുള്ളൂ. ബാക്കിയുള്ള 20% നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റ് നമ്മൾ ഇടുന്നതായിട്ടാണ് ബാങ്ക് കണക്കാക്കുന്നത്. അതായത് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണോ? അല്ലല്ല, ഇവിടെ വന്ന് സ്വന്തമായിട്ട് മൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ, അപ്പൊ അവിടെ ഒരു വീടുണ്ട് സ്വന്തമായിട്ട്, ഒരു 3 വർഷം കഴിയുമ്പോൾ മെൽബണിലോട്ട് വരുന്ന ഇവിടെ ഒരു വീട് മേടിക്കണമല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്ന ലോണിന്റെ കപ്പാസിറ്റിയെ മറ്റേ ഒരു ലോൺ അഫക്ട് ചെയ്യും. അതുകൊണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് പലപ്പോഴും ഈ ലോണിലേക്ക് എത്താൻ പറ്റാതെ വരും. മെൽബണിൽ ഒരു വീട് മേടിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അല്ലെങ്കിൽ അതുപോലെ ഇൻകം ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊരു 200,000-250,000 ഒക്കെ ഇൻകം ഉള്ളവരാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻകം സ്കെയിൽ ഉള്ളവരാണ്, അവർക്ക് നെഗറ്റീവ് ഗിയറിംഗ് ബെനിഫിറ്റ് ഉള്ളവരാണെങ്കിൽ ആ സിനാരിയോ ഡിഫറെൻ്റ് ആണ്. ഇതൊരു ജനറൽ ഇതല്ല. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഒരു നേഴ്സ്, ഒരു സാധാരണ ജോലി ചെയ്യുന്ന ആള്, ആ ഒരു ഇതിലുള്ള ഒരു സിനാരിയോ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. അപ്പോൾ അല്ലാതെ ഹൈ ഇൻകം ഉള്ളവർക്ക് വേറെ ഓപ്ഷൻസ് കാണാം, ഓപ്പർച്യൂണിറ്റി കാണാം, അതിനെക്കുറിച്ചല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ ആ റെൻറ്റ് കൊടുത്തുകൊണ്ട്, ഈ ആൾക്കാർ പൊതുവേ പറയുന്ന ഒരു കമൻ്റ് എന്ന് പറയുന്നത് നമുക്ക് റെൻറ്റ് കൊടുക്കുന്ന വേറൊരാളുടെ മോർഗേജ് അല്ലേ നമ്മൾ അടയ്ക്കുന്നുള്ളതാണ്. ഇൻ റിയാലിറ്റിയിൽ നമ്മൾ നമ്പേഴ്സ് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ മാക്സിമം സമയത്ത് റെൻറ്റിന് താമസിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാം റെൻറ്റിന് കൊടുക്കുന്നത് പല സമയത്തും നമുക്ക് ഓണർ ഒക്കുപ്പേഡിൻ്റെ അടവിനേക്കാളും കുറവായിരിക്കും. ഈ നമ്പറുകൾ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഡിസിഷനിലേക്ക് എത്താനായിട്ട്. നമ്മൾ വന്ന ഉടനെ തന്നെ 1 വർഷത്തിനുള്ളിൽ വീട് മേടിക്കാനായിട്ടുള്ള, ഇവിടെ ഇത് കിട്ടിയേല എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് എല്ലാവരും റഷ് ചെയ്യുക. അപ്പോൾ ആ റഷ് പലപ്പോഴും നമുക്കൊരു ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ആയിട്ട് മാറാറുണ്ട്, ഒരു ബേർഡൻ ആയിട്ട് മാറാറുണ്ട്. നിങ്ങൾ എവിടെ വന്നിരിക്കുന്നോ ആ മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക. അവിടെ എങ്ങനെയാണ് ലാസ്റ്റ് ഒരു 5 to 10 ഇയേഴ്സിലെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. കോവിഡ് സമയത്തുണ്ടായ ഒരു അപ്രീസിയേഷൻ മാത്രം കണക്കിലെടുത്തുകൊണ്ട് റീജിയണൽ ഏരിയയിലൊന്നും പോയി വീട് മേടിക്കരുത്. അത് ഇൻഫ്ലേഷൻ, ബിൽഡിംഗ് കോസ്റ്റിനുണ്ടായ വ്യത്യാസം, ഇതെല്ലാം കൊണ്ടുണ്ടായ ഒരു അപ്രീസിയേഷനാണ്. ഇത് നിലനിൽക്കുമോ, ഇതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അവിടെ ഉണ്ടോ, പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റുകളോ എക്കണോമിയെ ബെനിഫിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ട് നിങ്ങളുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലായിരിക്കണം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള അഡ്വൈസിന് നമുക്ക് ജോബിനെ കോൺടാക്ട് ചെയ്യാമല്ലോ അല്ലേ? ഞാൻ അഡ്വൈസ് ചെയ്യാനായിട്ട് ഉള്ള ആളല്ല, എന്നാലും ഫൈനാൻഷ്യൽ മാറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ അടുത്ത് വരുന്ന ഒരു ക്ലയൻറ്റിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ആ പ്രോപ്പർട്ടി മേടിക്കുന്ന വഴിയായിട്ട് നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ അത് നമുക്ക് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അത് പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പ്രോപ്പർട്ടി മേടിക്കണ്ടയോ എന്നുള്ളത് സ്വന്തം തീരുമാനമാണ്. ഇങ്ങനെയുള്ള പോയിന്റുകൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഡിസിഷനിലേക്ക് എത്താനായിട്ട്. എല്ലാവരും മേടിച്ചു അതുകൊണ്ട് ഞാനും മേടിക്കുന്നു എന്നുള്ളത് ഒരു റീസൺ അല്ല. അത് ലോങ് ടൈമിൽ നമുക്ക് നല്ലതായിരിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നത് ഒരു നല്ല കാര്യമാണ്. ഇപ്പോൾ ഒത്തിരി പേര് വന്നിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. വെരി കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വീട് മേടിച്ചില്ല എന്നോർത്തോണ്ട് ഒന്നും സംഭവിക്കില്ല. വീട് എപ്പോഴും ഓസ്ട്രേലിയയിൽ കിട്ടും. പിന്നെ ആൾക്കാരുടെ പേടി എന്ന് പറയുന്നത് ഇത് വില കൂടി പോവാണ്. വില കൂടി പോയാലും വില കുറഞ്ഞു വരും. വില കുറഞ്ഞു വരുന്നതിന് മാത്രമല്ല, കൂടാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആൾക്കാർ അഫോർഡബിലിറ്റി കഴിഞ്ഞുള്ള ഒരു പോയിന്റിലേക്ക് കൂടുന്നത് ഒരിക്കലും ശാശ്വതമായിട്ട് നിൽക്കാറില്ല. അത് താഴോട്ട് തന്നെ വരും. അതുകൊണ്ട് ആരും പേടിക്കേണ്ട. വീട് ഇവിടെ കിട്ടാതെ വരികയില്ല, അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഓണർ ഒക്കുപ്പേഡ് മേടിക്കുമ്പോഴത്തേക്ക് വളരെ കെയർഫുൾ ആയിട്ട് നമ്പേഴ്സ് നോക്കി മാത്രം ചെയ്യുക. അപ്പം ജോബൻ, ഏതായാലും താങ്ക് യു വെരി മച്ച്. ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് റീജിയനിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെ പോലും എല്ലാവർക്കും ഇതൊരു ബെനിഫിഷ്യൽ ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പം താങ്ക് യു ജോബിൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന്. അപ്പം ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.